ജർമ്മനി ഒരു യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണോ? ആണെന്ന് വേണം പറയാൻ. കാരണം ജർമ്മനിയിൽ നടക്കുന്ന നീക്കങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ, ജർമ്മൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിൽ വേണം നമുക്ക് അനുമാനിക്കാൻ. ജർമ്മനിയിൽ ഫോക്സ് വാഗൺ എന്ന് പറയുന്ന കമ്പനിയിലാണ് ഇപ്പോൾ റൈമെറ്റൽ എന്ന് പറയുന്ന ജർമ്മനിയുടെ ഡിഫൻസ് കമ്പനി ഏറ്റെടുത്ത് അതിൽ യുക്രൈന് വേണ്ടി ടാങ്കുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ പോളണ്ടിനെ ആക്രമിക്കുകയാണെങ്കിൽ ജർമ്മനി തീർച്ചയായും പോളണ്ടിനെ സഹായത്തിനായി എത്തും. എന്തായാലും യൂറോപ്യൻ യൂണിയൻ പോലും നമ്മുടെ യൂറോപ്പ് ഒരു യുദ്ധത്തിനായി തയ്യാറെടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞു. 2 മാസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ജനങ്ങൾ 72 മണിക്കൂർ ബങ്കറിലിരിക്കാൻ തയ്യാറാകണമെന്നാണ് കൃത്യമായി യൂറോപ്യൻ യൂണിയൻ്റെ തലവൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമീപ വർഷങ്ങൾക്കുള്ളിൽ റഷ്യയിൽ നിന്നുള്ള ആക്രമണം നേരിടാൻ രാജ്യം തയ്യാറാകണമെന്നാണ് മുന്നറിയിപ്പ് ജർമ്മനി നൽകിയിരിക്കുന്നത്. ഇത് ഇന്നോ നാളെയോ നടക്കുന്ന കാര്യമല്ല, സമീപ വർഷങ്ങളെന്നാണ് പറയുന്നത്. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 3 കൊല്ലമായി. ഈ 3 കൊല്ലമായി യുദ്ധം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ജർമ്മനിയിലേക്കും ഈ യുദ്ധം വ്യാപിച്ചേക്കാം എന്നുള്ള ഒരു ധ്വനി ജർമ്മനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ജർമ്മനിക്ക് കിട്ടിയിട്ടുണ്ട്. ജർമ്മനി അതുകൊണ്ട് തന്നെ ബോംബ് പ്രൂഫ് ബങ്കറുകളുടെയും ഷെൽട്ടറുകളുടെയും ശൃംഖല വേഗത്തിൽ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ രാജ്യം തയ്യാറാക്കുന്നതിനായി സർക്കാരിൻ്റെ മുതിർന്ന സിവിലിയൻ സംരക്ഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ യോഗം ചേർന്നിരിക്കുകയാണ്. അതായത് ഒരു ബോംബ് പ്രൂഫ് ബങ്കറുകൾ ജനങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ, സുരക്ഷിതമായി ഇരിക്കാൻ പറ്റിയ കൃത്യമായി തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ജർമ്മനി മുന്നോട്ട് പോകുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ സംഘർഷത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഉണരേണ്ടതുണ്ടെന്നും അതിൻ്റെ നിലവിലെ അവസ്ഥയിൽ ജർമ്മനി വേണ്ടത്ര തയ്യാറായിട്ടില്ലെന്നും ഫെഡറൽ ഓഫ് സിവിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ അസിസ്റ്റന്റ് തലവൻ റാൾഫ് ടെസ്ലർ അടക്കം അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നൊരു വിശ്വാസം ജർമ്മനിയിൽ വളരെ കാലമായി വ്യാപകമായിരുന്നു. ഇന്നത് മാറി യൂറോപ്പിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് നിങ്ങൾക്കും ഞങ്ങൾക്കും ആശങ്കയുണ്ടെന്നാണ് അദ്ദേഹം ജർമ്മനിയുടെ ഒരു വാർത്താ ഏജൻസിക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ പറയുന്നത്. എന്ത് തന്നെയായാലും ജർമ്മനി വലിയ രീതിയിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക തന്നെയാണ്. ഒരു നീണ്ട കാലത്തേക്കുള്ള യുദ്ധമാണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. തുരങ്കങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ, ഭൂഗർഭ ഗ്യാരേജുകൾ, കാർ പാർക്കുകൾ, പൊതുസ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, നിലവറകൾ എന്നിവ സംരക്ഷണ ഷെൽട്ടറുകളായി മാറ്റുന്നതിനും 10 ലക്ഷം ആളുകൾക്ക് വേഗത്തിൽ ഒളിക്കാനുള്ള സ്ഥലം സൃഷ്ടിക്കുന്നതിനും ശ്രമം നടത്തേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ ജർമ്മനിയിലെ പല വിദഗ്ധരും പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.